നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ ആരോപണ വിധേയരായ കുട്ടികൾക്ക് ജാമ്യമില്ല. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം വിധി ഇന്നേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു. 6 വിദ്യാർത്ഥികളാണ് കേസിൽ കുറ്റാരോപിതരായിട്ടുള്ളത്. പ്രതികളെല്ലാവരും പ്രായപൂർത്തി ആകാത്തവരായതിനാൽ വെള്ളിമാട് കുന്നിലെ ജുവൈനൽ ഹോമിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിലെ വാദം കഴിഞ്ഞ വ്യാഴാഴ്ച പൂർത്തിയാക്കിയിരുന്നു. ഫെബ്രുവരി 28-നാണ് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റം സംഘർഷവും ഉണ്ടായത്. ഇതിനിടെ ഷഹബാസിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മാർച്ച് 1-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഷഹബാസ് മരിച്ചു. താമരശ്ശേരി വ്യാപാര ഭവനിൽ വെച്ച് ട്രിസ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് പരിപാടിയെ തുടർന്നുണ്ടായ സംഘർഷമാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. മർദ്ദനത്തിനായി രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ 63 വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ നേരിട്ട് മർദ്ദിച്ച 6 പേരുടെ പങ്കാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൂഢാലോചനയിലോ മർദ്ദനം ആസൂത്രണം ചെയ്തതിലോ മറ്റു കുട്ടികൾക്ക് പങ്കുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത 4 മൊബൈൽ ഫോണുകളും 1 ലാപ്ടോപ്പും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. ഷഹബാസ് കൊലക്കേസിൽ പ്രതിയായ വിദ്യാർത്ഥി നഞ്ചക്കിന്റെ ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. കരാട്ടെ പരിശീലനം തേടുന്ന സഹോദരൻ്റെതാണ് നഞ്ചക്ക് എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നഞ്ചക്ക് ഉപയോഗം വ്യക്തമാക്കുന്ന വീഡിയോകളുണ്ട്. ഇവരുടെ പിതാവിന് സംഘർഷവുമായോ ഗൂഢാലോചനയുമായോ ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്.